നടി ആക്രമികളുടെ കേസിൽ അദ്ദേഹം പറഞ്ഞത് ദിലീപിന് നീതി കിട്ടി എന്നാണ് പറഞ്ഞത്. അത് വലിയൊരു ഇഷ്യൂ ഉണ്ടായി. അത് പിന്നീട് KPCC പ്രസിഡന്റ് തന്നെ അത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു പ്രസ്താവന അത് വലിയൊരു ക്ഷീണം എന്നുള്ള സംഭവിച്ചിട്ടുണ്ടോ? UDF-ന് ഒരു പ്രതികൂലം വന്നിട്ടുണ്ടോ? അത് പോളിങ്ങിനെ ബാധിച്ചിട്ടില്ല, പക്ഷെ പ്രസ്താവന വളരെ നിരുത്തരവാദപരമായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പാർട്ടി നിലപാട് വിധി വന്ന ഉടൻ തന്നെ KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാണ്, നയം വ്യക്തമാക്കി. ആ നയത്തിനെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്നലെ വന്നത്, അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ഇന്നലത്തെ ദിവസം കാലത്ത് പോളിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് പോലെ ഒരാളോട് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് 19 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എന്താണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും അത് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായി സമൂഹത്തിൽ. അത് രാഷ്ട്രീയ എതിരാളികൾക്ക് അടിക്കാനൊരു ആയുധം കയ്യിൽ കൊടുക്കുന്നതിന് തുല്യമായി പോയി. പക്ഷേ എങ്കിലും അതൊന്നും ഇലക്ഷനെ ബാധിക്കില്ല. കാരണം ഇന്നലെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയവരൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടാണ് നീങ്ങിയത്. അതിനെ കവർ ചെയ്യാനുള്ള ഒരു അഭിപ്രായമൊന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു വ്യക്തിയുടെ അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് മാത്രമേ ജനം കണക്കിലെടുക്കൂ. പക്ഷേ അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം.